ശിവയെ ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് നമ്മുടെ ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നമ്മുടെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ശബ്ദത്തെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ധ്യാനിക്കാൻ സാധിക്കില്ല. ഇതെവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? ശിവമന്ത്രം ജപിക്കുന്ന ശബ്ദം തീർച്ചയായും ഭൂമിക്ക് കീഴിൽ നിന്നാണ് ഉയരുന്നത്. പക്ഷെ ഭൂമിയുടെ കീഴിൽ അങ്ങനെ ആരാണ് ഉണ്ടാവുക? ഇത്ര വലിയ ശിവഭക്തനായി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ശിവഭക്തനെ നാം കണ്ടെത്തേണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു. നാം പരിശുദ്ധമായ മനസ്സോടെയാണ് സതീധർമ്മം പാലിക്കുന്നതെങ്കിൽ നാം ഈ കേൾക്കുന്ന ശബ്ദം ആരുടേതാണെന്ന് നമുക്ക് കാണിച്ചു തന്നാലും ദേവി, ദേവി, അവിടുന്ന് ഇവിടെ? അവിടുന്ന് തപസ്സിനായി പോയതല്ലേ? പിന്നെ എങ്ങനെയാണ് ഇവിടെ? ഭൂമിക്ക് കീഴിലായി തപസ് ചെയ്യുന്ന ശിവഭക്തൻ ആരെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഋഷിവര്യ. പക്ഷേ ഈ സ്ഥലത്തോ? അതെ ഋഷിവര്യ, നമുക്ക് തോന്നുന്നത് എന്തെന്നാൽ ശിവന്റെ ഏതോ പരമഭക്തൻ തീർച്ചയായും ഭൂമിക്ക് കീഴിലായി തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് പ്രതീതമാവുകയാണ് ശിവധ്യാനത്തിലേക്ക് മുഴുകുവാനുള്ള കാരണവും ഇതേ ഭക്തനാണെന്ന്. നമുക്കിനി കേവലം ഇതാണ് അറിയേണ്ടത്: ഈ ശിവഭക്തൻ ആരാണ് ഋഷിവര്യ? ദേവി, ശിവന്റെ അങ്ങനെ ഒരു ഭക്തൻ ഒരാൾ മാത്രമാണ്, ലഘുലേശൻ. അതെ ദേവി, ലഘുലേശനാണ് ആ പരമഭക്തൻ. ദേവി സതിയുടെ ദേഹത്യാഗത്തിനു ശേഷം ശിവന്റെ പൂർണ്ണ വിരക്തിയാൽ ദുഃഖിതനായി പാതാളത്തിൽ മറയുകയും സമാധിയിൽ മുഴുകുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം ഭൂമിക്ക് കീഴിലാണ്. അങ്ങ് സത്യമാണ് പറഞ്ഞത്. അങ്ങനെയൊരു ഭക്തനെ നാം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. ഒരു തവണ നമുക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായില്ല. നാം അങ്ങേക്ക് ഭക്ഷണം തരുന്നതാണ്. നമുക്ക് ക്രോധം വരുന്നുണ്ട്. കഴിക്കൂ. നിർത്തൂ. ആരാണ് ഈ ഭ്രാന്തൻ? നമ്മുടെ ഭഗവാൻ അപമാനിക്കുകയാണ്. ഇവനെ ഇവിടെ നിന്നും തല്ലി പുറത്താക്കൂ, പുറത്താക്കൂ. ഇന്ന് നാം ഈ ക്ഷണത്തിൽ തന്നെ
ഈ ലഘുലേശനും അവന്റെ ഭഗവാൻ മഹാദേവനും രണ്ടുപേരും സമാധിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നാം അദ്ദേഹത്തെ അപമാനിച്ചു. നാം ഒരു വലിയ അപരാധം ചെയ്തു. അവിടുന്ന് ശാന്തനാകൂ. ഇതിനർത്ഥം ഇതാണ് ദേവി, ബാലശിവന്റെയും ലഘുലേശന്റെയും ധ്യാനങ്ങൾ തമ്മിൽ തീർച്ചയായും എന്തോ ബന്ധമുണ്ട്. കാരണം ഈ സംഭവത്തിന് ശേഷം നമ്മുടെ ബാലശിവൻ ധ്യാനത്തിന്റെ ആഴമേറിയ അവസ്ഥയിലേക്കാണ് മുഴുകിയത്. അവിടുന്ന് പറഞ്ഞത് ശരിയാണ് ഋഷിവര്യ. പക്ഷെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ദേവി പാർവതി ആദിശക്തിയാണ്. എന്നിട്ടും ദേവി ഈ സത്യം എങ്ങനെ അറിയാതെ പോയി? ദേവിക്കുള്ള പരിമിതികൾ കാരണം. അതിനർത്ഥം ഇതാണ് ദേവി പാർവതി ഒരിക്കലും തന്നെ തന്റെ പരിമിതികൾ ലംഘിക്കാറില്ല. പ്രത്യേകിച്ച് ദേവാദിദേവൻ മഹാദേവന്റെയും അദ്ദേഹത്തിന്റെ ഭക്തരുടെയും ഇടയിലേക്ക് ഒരിക്കലും കടന്നു വരാറില്ല. ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടാവാം ദേവി പാർവതി ഈ സത്യം അറിയാതെ പോയത്. പക്ഷെ നാം ഇപ്പോൾ സത്യം അറിഞ്ഞു കഴിഞ്ഞു ഋഷിവര്യ. നമുക്കിനി ശാന്തയായി ഇരിക്കാനാകില്ല. നാം ലഘുലേശിനെ ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നതാണ്. നമ്മുടെ ബാലശിവയെയും ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണമെന്ന്. പക്ഷെ അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരിക അത്ര എളുപ്പമായിരിക്കില്ല ദേവി. ത്രിദേവന്മാരെ നമ്മുടെ പുത്രന്മാരാക്കാനും എളുപ്പമായിരുന്നില്ല. നമുക്ക് അവിടുത്തെ കഴിവിലും അതുപോലെ തന്നെ അവിടുത്തെ തപശക്തിയിലും ഒട്ടും തന്നെ സംശയമില്ല ദേവി. അവിടത്തേക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം ഇന്ന് അതേ തപശക്തി കൊണ്ട് ഈ കാര്യം ചെയ്യുന്നതാണ്. നാം പഞ്ചാഗ്നിയിൽ നിന്നുകൊണ്ട് ലഘുലേശനെ ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രയത്നിക്കുന്നതാണ്. എപ്പോഴാണോ ലഘുലേശൻ ധ്യാനത്തിൽ നിന്നും പുറത്തു വരുന്നത്, നാം അതുവരെ അന്നമോ ജലമോ ഒന്നും തന്നെ സേവിക്കുന്നതല്ല. ഇത് മഹാസതി അനസൂയയുടെ പ്രതിജ്ഞയാണ് ഋഷിവര്യ. ഒരിക്കൽ കൂടി ചിന്തിച്ചാലും ദേവി, ഒരു തവണ കൂടി ഈ തീരുമാനം പരിശോധിച്ചാലും. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് നാം ഈ തീരുമാനത്തിലെത്തിയത് ഋഷിവര്യ. ഇനി ഈ തീരുമാനം തിരിച്ചെടുക്കുന്നതല്ല, ഉപേക്ഷിക്കുന്നതുമല്ല. നമ്മുടെ ഈ തപസ് അവസാനിക്കുക ശിവന്റെ പരമഭക്തനായ ലഘുലേശൻ ധ്യാനത്തിൽ നിന്നും പുറത്തു വരുമ്പോഴാകും. അല്ലയോ ലഘുലേശ, അങ്ങയുടെ ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നാലും ഈ മാതാവിന്റെ വിളി അങ്ങ് കേട്ടാലും അങ്ങയുടെ മഹാദേവന് വേണ്ടി, നമ്മുടെ ബാലശിവയ്ക്ക് വേണ്ടി ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നാലും ലഘുലേശ, പുറത്തു വന്നാലും
വന്നാലും മഹാദേവ, നാം ശിവന്റെ മാതാവ് മഹാസതി അനസൂയ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് പുറത്തു വന്നാലും അങ്ങയുടെ ധ്യാനത്തിൽ നിന്നും ഉണർന്നാലും ലഘുലേശ, ഉണർന്നാലും ലഘുലേശ, പുറത്തു വന്നാലും അങ്ങയുടെ ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നാലും ലഘുലേശ, അങ്ങയുടെ ധ്യാനത്തിൽ നിന്നും ഉണർന്നാലും ലഘുലേശ. മാതേ, ലഘുലേശം വന്നിരിക്കുന്നു മാതേ, ലഘുലേശം വന്നിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു അവിടുന്ന് ശിവന്റെ മാതാവാണെന്ന്. അപ്പോ നമ്മുടെ ഭഗവാന്റെ മാതാവിന്റെ വിളി കേട്ട് ഈ ശിവഭക്തനായ ലഘുലേശൻ വരാതിരിക്കുന്നതെങ്ങനെ? പക്ഷേ അവിടുന്ന് നമ്മുടെ പരമശിവന്റെ മാതാവ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങയുടെ സംശയം ഉചിതമാണ്. മഹാദേവൻ അങ്ങനെ ഒരു ഇച്ഛയുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? നാം ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടുന്ന് നിർവ്വാണ ഭിക്ഷ നൽകേണ്ടതാണ്. നാം നിർവ്വാണ ഭിക്ഷയ്ക്ക് തയ്യാറാണ്. ഇത്രയുമൊക്കെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ നാം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ മഹാദേവന്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചില്ല. ഒരു തവണ ഒരു ഭക്തൻ മഹാദേവനെ വിളിക്കുന്നത് കേട്ട് നാം പുറത്തു വന്നതാണ് അദ്ദേഹത്തിന്റെ ദർശനത്തിനായി. ദർശനം പ്രഭു നൽകിയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ വികൃത രൂപം കണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വസിക്കാൻ തോന്നിയില്ല. അങ്ങനെ പ്രഭുവിന്റെ അനുവാദം വാങ്ങി പാതാളത്തിൽ സമാധിയിലേക്ക് പോയതാണ്. നാം പ്രഭുവിനോടും പറഞ്ഞു അവിടുന്ന് ധ്യാനത്തിലേക്ക് പോകണമെന്ന്. പോകുവിടുന്ന്. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ ശ്രമിച്ചേക്കരുത്, മനസ്സിലായോ? ഇന്ന് നാം ഈ ക്ഷണത്തിൽ തന്നെ ഈ ലഘുലേശനും അവന്റെ ഭഗവാൻ മഹാദേവനും രണ്ടുപേരും സമാധിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം ഇന്ന് അവിടുത്തെ വിളി കേട്ട് നമുക്ക് വരേണ്ടി വന്നു. അങ്ങ് വന്നുവല്ലോ. പക്ഷെ ധ്യാനത്തിലേക്ക് പോയ നമ്മുടെ ബാലശിവ, അവൻ ഇതുവരെ ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അപരാധം സംഭവിച്ചു, വളരെ വലിയ അപരാധം സംഭവിച്ചു. എവിടെയാണ് ബാലശിവൻ? മാതാവ് നമ്മെ അവിടേക്ക് കൊണ്ടുപോയാലും നാം അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതാണ്. പ്രഭോ, നമ്മുടെ ബാലശിവ, ലഘുലേശം വന്നിരിക്കുന്നു.
ക്ഷമിച്ചാലും പ്രഭോ, ക്ഷമിച്ചാലും. നാം കാരണം അങ്ങേക്ക് ധ്യാനത്തിലേക്ക് പോകേണ്ടി വന്നു. അവിടുത്തെ മാതാവ് ദുഃഖിതയാകേണ്ടി വന്നു. ഈ അപരാധത്തിന് ക്ഷമ നൽകിയാലും പ്രഭോ, ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നാലും പ്രഭോ, നാം കാരണം അങ്ങ് സ്വീകരിച്ച ഈ തീരുമാനത്തിൽ നിന്നും ഈ ഭക്തൻ ലഘുലേശൻ അങ്ങേ മുക്തനാക്കുകയാണ് പ്രഭോ. പുറത്തു വന്നാലും പ്രഭോ. നമ്മുടെ പ്രഭു ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ പ്രഭു ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. നമ്മുടെ ശിവ. എപ്പോൾ ഭക്തൻ ഭക്തിയുടെ പരമമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുവോ അപ്പോൾ ഭഗവാൻ പോലും അവന്റെ അധീനതയിലാകും. അവന്റെ പ്രാർത്ഥനകൾ പോലും ഭഗവാനുള്ള ഉത്തരവുകളായി കണക്കാക്കേണ്ടി വരും. പ്രഭോ, ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടേതാണ്. അങ്ങാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതും അങ്ങാണ്. അങ്ങാണ് സംഹാരവും നടത്തുന്നത്. നിർമ്മാണവും സംഹാരവും, അതായത് ജനനമോ മൃത്യുവോ, അതൊരവസാനമില്ലാത്ത ചക്രമാണ്. ആ ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് മോക്ഷമെങ്കിൽ, അല്ലയോ പശുപതിനാഥ, മോക്ഷം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലൗകിക വിഷയങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മോചനം നേടി ആത്മാവും പരമാത്മാവും ഒന്നായി ചേരുന്നതാണ് മോക്ഷം. അതായത് അനന്ത ബ്രഹ്മത്തിൽ അലിയുന്നതാണ് മോക്ഷം. പ്രഭോ, എങ്കിൽ അവിടുത്തെ അനുവാദത്തോടെ നമുക്ക് വീണ്ടും പാതാളത്തിലേക്ക് പോയി ധ്യാനത്തിൽ മുഴുകണമെന്നുണ്ട്. സ്ഥാനത്തിനല്ല പ്രാധാന്യം ലഘുലേശ, ആത്മനിയന്ത്രണമാണ് പ്രാധാന്യം. ആത്മനിയന്ത്രണത്തിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ ലൗകിക വിഷയവികാരങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നാണ്. യോഗത്തിന്റെ സ്ഥിതി നിയന്ത്രണത്തിന്റെ സ്ഥിതിയാണ്. ഒരു യോഗി ആത്മാവും പരമാത്മാവും ചേർന്നതിന്റെ പ്രതീകമാണ്. അതിനാൽ യോഗി അവസ്ഥയെ പ്രാപ്തമാക്കേണ്ടത് അനിവാര്യമാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ,
ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ.